ചില ആൾക്കാരുണ്ട് കൂടുതലായിട്ട് തലവേദന വരുമ്പോൾ മാത്രം മൈഗ്രെയിനിന് ട്രീറ്റ്മെന്റ് എടുക്കും. എന്നാൽ കുറെ കാലം, ഒരുപക്ഷെ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് അവർക്ക് മൈഗ്രെയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ആ സമയത്ത് അവര് ഡോക്ടറെ കാണും. ചില ആളുകൾ ഡോക്ടറെ കാണാതെ നേരത്തെ കയ്യിലുള്ള പ്രിസ്ക്രിപ്ഷൻ മെഡിക്കൽ ഷോപ്പിലോ മറ്റോ കാണിച്ച് ആ മെഡിസിൻസ് തന്നെ വാങ്ങി കഴിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒറ്റമൂലികളോ പെയിൻ കില്ലേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അവരോട് ചോദിക്കുമ്പോൾ കുറെ കൊല്ലങ്ങളായിട്ട് മൈഗ്രെയിൻ ഉണ്ട് ഡോക്ടറെ, പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഇതിനൊരു ആശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ ആയിരിക്കും പറയുക. ഇത്തരത്തില് മൈഗ്രെയിനിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരുപാട് മരുന്നുകൾ കഴിച്ചത് കൊണ്ട് മാത്രം നിങ്ങളുടെ മൈഗ്രെയിൻ പരിഹരിക്കാൻ കഴിയണമെന്നില്ല. ദീർഘകാലമായിട്ട് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലിയിലുള്ള പല കാര്യങ്ങളും അതിനെ ബാധിക്കുന്നുണ്ടാവും. ഒബേസിറ്റി ഒരു ഫാക്ടറാണ്. അമിതവണ്ണം ഉള്ളവരിൽ മൈഗ്രെയിൻ കൂടുതലായിട്ട് കാണാറുണ്ട്. ജോലിയിലും ഫാമിലിയിലും ഉണ്ടാകുന്ന മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ്, അമിതമായ മെന്റൽ ടെൻഷൻ, വരുന്ന കാര്യങ്ങളെ പറ്റി ഓവറായിട്ട് ടെൻഷൻ അടിക്കുക, ആങ്സൈറ്റി, പേടി എന്നിവയുടെയൊക്കെ ഭാഗമായി മൈഗ്രെയിൻ വരാം. മെഡിസിൻ കഴിക്കുന്നത് മാത്രമല്ല, ഓരോ ആളുകളിലും ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് പരിഹരിക്കേണ്ടതും മൈഗ്രെയിൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. ദീർഘകാലമായി മൈഗ്രെയിനിന് പല ചികിത്സ ചെയ്തിട്ടും ആശ്വാസം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുമല്ലോ.